മാങ്ങയുള്ള മാവിലെ ആളുകൾ കല്ലെറിയൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് വ്യക്തിപരമായിട്ട് അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഒരാളെ ഏതൊക്കെ രീതിയിൽ കൊല്ലാക്കൊല ചെയ്യാമോ അതുപോലെയൊക്കെ കൊല്ലാക്കൊല ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു നേതാവാണ് ജോസ് കെ മാണി എന്ന് പറയുന്നത്. ആ പത്രസമ്മേളനത്തിലൂടെ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് മുഴുവൻ ആരാണ് ജോസ് കെ മാണി എന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു പത്രസമ്മേളനം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരള കോൺഗ്രസ് എമ്മിനെ പൂർണ്ണമായിട്ടും തീർത്തുകളയുക എന്ന ലക്ഷ്യത്തോടുകൂടി വാർത്താ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഈ വിവാദം അദ്ദേഹത്തിനൊരു അനുഗ്രഹമായി മാറി എന്നല്ല കരുതേണ്ടത്. നിങ്ങൾ ജോസ് കെ മാണിയെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും നശിപ്പിക്കുന്നതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഈ ക്രിസ്ത്യൻ ഫേസുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ മധ്യ കേരളത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് ചില ആളുകളുടെ അജണ്ടയാണ്. നമസ്കാരം. ജോസ് കെ മാണിയെ എന്തിനാണ് മാധ്യമങ്ങൾ ഇങ്ങനെ ക്രൂശിക്കുന്നത്? കാരണം ഈ മാങ്ങയുള്ള മാവിലെ ആളുകൾ കല്ലെറിയൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇന്ന് ഏകദേശം ഒരു 45 മിനിറ്റോളം നീണ്ടു നിന്ന ഒരു പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തിലൂടെ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് മുഴുവൻ ആരാണ് ജോസ് കെ മാണി എന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു പത്രസമ്മേളനം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര കോടി രൂപ മുടക്കിയാലാണ് ഒരു പാർട്ടിക്ക് തങ്ങളുടെ ആശയം അല്ലെങ്കിൽ തങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുക? കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് വ്യക്തിപരമായിട്ട് അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഒരാളെ ഏതൊക്കെ രീതിയിൽ കൊല്ലാക്കൊല ചെയ്യാമോ അതുപോലെയൊക്കെ കൊല്ലാക്കൊല ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു നേതാവാണ് ജോസ് കെ മാണി എന്ന് പറയുന്നത്. ഇന്ന് വരെ ജോസ് കെ മാണി ആരെയെങ്കിലും അധിക്ഷേപിച്ച് ഒരു വാക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണിട്ടുണ്ടോ? അത് വെള്ളാപ്പള്ളി നടേശൻ പോലും ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് PC ജോർജ് വേദിയിലിരുത്തി കെ എം മാണി സാറിനെ തെറി പറഞ്ഞിട്ട് പോലും ഈ കെ എം മാണി സാറിനോട് വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു അത്രേ, എന്താണ് നിങ്ങൾ ഇയാൾക്കൊരു മറുപടി കൊടുക്കാത്തത് എന്ന് ചോദിച്ചു. പറഞ്ഞു PC ജോർജിന്റെ സ്വഭാവം അങ്ങനെയാണ്, അയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പൊയ്ക്കോളും എന്ന രീതിയിലാണ് പറഞ്ഞ് അവസാനിപ്പിച്ചു വിട്ടത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇന്ന് കൃത്യമായിട്ട് കേരള കോൺഗ്രസിന്റെ നിലപാടുകൾ എണ്ണി പറയുന്നു. വന്യമൃഗ ശല്യത്തിന്റെ പേരിൽ കേരള കോൺഗ്രസ് എം എടുത്തിട്ടുള്ള നിലപാടുകൾ, അതോടൊപ്പം തന്നെ തെരുവുനായ വിഷയത്തിൽ കേരള കോൺഗ്രസ് എം എടുത്തിട്ടുള്ള നിലപാടുകൾ, അതോടൊപ്പം തന്നെ ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരള കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാടുകൾ, അതോടൊപ്പം തന്നെ കടൽ ഖനനവുമായി ബന്ധപ്പെട്ടിട്ട് കേരള കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാടുകൾ. ഇങ്ങനെ കേരള കോൺഗ്രസ് എം കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് പൊതുജനങ്ങൾക്കിടയിൽ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കാനായിട്ട് കേരള കോൺഗ്രസ് എമ്മിനും അതിന്റെ പാർട്ടി ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണിക്കും സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അത് കൂടാണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരള കോൺഗ്രസ് എമ്മിനെ പൂർണ്ണമായിട്ടും തീർത്തുകളയുക എന്ന ലക്ഷ്യത്തോടുകൂടി വാർത്താ മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഈ വിവാദം അദ്ദേഹത്തിനൊരു അനുഗ്രഹമായി മാറി എന്നല്ല കരുതേണ്ടത്. ഇത്രയും സമയത്ത് ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും പീക്ക് ടൈമിൽ കേരളത്തിലെ 3.5 കോടി ജനങ്ങളും എന്താണ് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ശേഷം അദ്ദേഹം പറയാൻ പോകുന്നതെന്ന് കാതോർത്തിരിക്കുന്ന സമയത്താണ് ഈ ഒരു പത്രസമ്മേളനം വരുന്നത്. ഇതിന് കേരള പൊതുസമൂഹത്തിൽ ലഭിക്കാൻ പോകുന്ന സ്വീകാര്യത മറ്റൊന്നാണ്. ഇന്നലെ വരെ ജോസ് കെ മാണിയെ കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ ചിന്തിച്ചിരുന്നവരും ജോസ് കെ മാണിയുടെ കാലിബർ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കാനായിട്ട്. പിന്നെ നമുക്ക് ഈ മധ്യ കേരളത്തിലുള്ള ഈ നസ്രാണികളോടും അതോടൊപ്പം തന്നെ മറ്റാളുകളോടും ഒക്കെ ചില കാര്യങ്ങൾ പറയാനുള്ളത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ജോസ് കെ മാണിയെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും നശിപ്പിക്കുന്നതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഈ ക്രിസ്ത്യൻ ഫേസുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ മധ്യ കേരളത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് ചില ആളുകളുടെ അജണ്ടയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വിജയം നേടിയെടുക്കാനൊന്നും PJ ജോസഫ് സാറിന്റെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് സാധിക്കത്തില്ല. അങ്ങനെ സാധിക്കാതെ വരുന്ന സമയത്ത് ചില ആളുകൾ കൃത്യമായി ഒരു അജണ്ട സെറ്റ് ചെയ്ത് കേരള കോൺഗ്രസ് എമ്മിനെതിരെ പോരാട്ടം നടത്തുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗൗരവകരമായിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. മതേതരത്വവും മതസൗഹാർദ്ദവും ഒക്കെ നിലനിന്ന് മുമ്പോട്ട് പോകുന്ന ഈ ഒരു സംസ്ഥാനത്ത് വർഗീയമായി വേർതിരിവ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അത് ക്രിസ്ത്യാനികൾക്കിടയിലും അതിതീവ്രമായിട്ടുള്ള ആളുകൾ നമ്മൾ ക്രിസംഖികൾ എന്നാണ് വിളിക്കുക. അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിൽ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ സുഡാപ്പികൾ എന്നാണ് വിളിക്കുക. അതോടൊപ്പം തന്നെ സംഘികൾ എന്ന് വിളിക്കുന്ന ആളുകൾ ഹൈന്ദവ വിഭാഗത്തിൽ നിന്നുണ്ട്. ഈ 3 സംഘങ്ങളും, ഞാൻ ഈ പറഞ്ഞ 3 പേരുകളും പരസ്പരം തമ്മിലടിച്ച് ഇല്ലാണ്ടാവാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഒരാളെ തീർത്ത് മറ്റൊരാൾക്ക് അതിൻ്റെ മുകളിൽ കയറി വരണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഇതുപോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പൊ കേരള കോൺഗ്രസ് എം ആയിക്കോട്ടെ, അതിപ്പോൾ LDF നിൽക്കുന്നത്, അതൊരു തടസ്സമാണെന്നേ.
ഈ മുസ്ലിം ലീഗ് ചില ആളുകൾക്ക് തടസ്സമാണ്. മുസ്ലിം ന്യൂനപക്ഷത്തിനകത്ത് സമാധാനം കാക്ഷിക്കുന്ന മതേതര സ്വഭാവമുള്ള ആളുകൾ ഉള്ള ഒരു പാർട്ടിയാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്തും കുറെ അതിതീവ്രമായിട്ടുള്ള ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ നിരോധനത്തിന് ശേഷം അതിതീവ്രവാദ സ്വഭാവമുള്ള ചില ആളുകളതിനകത്ത് കടന്നു കൂടിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഉൾപ്പെടെ. ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? വർഗീയതയെ ചെറുക്കണം. അതിതീവ്രമായിട്ടുള്ള എല്ലാ വർഗീയവാദത്തെയും നമ്മൾ ഈ രാജ്യത്ത് തടയേണ്ടതുണ്ട്. അപ്പോൾ ജോസ് കെ മാണിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു പത്രസമ്മേളനം നടക്കുകയാണെന്ന് ഇരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരികയാണെന്ന് ഇരിക്കുക, അതിനടിയിൽ വന്ന് കമന്റ് ഇടുന്നവർ കോട്ടയം ജില്ലയിൽ പോലുള്ള ആളുകളല്ല, ഇടുക്കി ജില്ലയിലുള്ള ആളുകളല്ല. ഇവരൊക്കെ മറ്റേതോ ജില്ലകളിൽ നിന്ന് എന്തിനോ വേണ്ടി മെസ്സേജ് ഇടുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമൊക്കെ വിചാരിക്കുന്നത് ഇത് ഇവരോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണെന്ന്. ഇതൊക്കെ കൃത്യമായ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ ചെയ്യുന്നതാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇല്ലാതാവുന്നതോടെ സംഭവിക്കുന്നത് എന്താണ്? ക്രിസ്ത്യൻ ഫേസ് ഉള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും. അങ്ങനെ തുടച്ചു നീക്കപ്പെടണമോ വേണ്ടയോ എന്ന് സഭാ നേതൃത്വവും സഭാവിശ്വാസികളൊക്കെ തീരുമാനിച്ചോട്ടെ. ഞാൻ വർഗീയത പറയുന്നതല്ല, ഒരു കാരണവശാലും ഞാൻ വർഗീയതയായിട്ട് പറയുന്നതല്ല. പക്ഷെ ഇതുപോലെയുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ആവശ്യമാണ്. രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് സമുദായങ്ങളും ജാതിയും മതവും ഒക്കെ. ഇതിനകത്ത് ഒരു സംശയവും വേണ്ട. ഇപ്പൊ ആരെങ്കിലും വന്നിട്ട് പറയുകയാണ് എനിക്ക് ജാതിയില്ല മതമില്ല എന്നൊക്കെ പറഞ്ഞാലും KM ഷാജി പറഞ്ഞിട്ടില്ലേ, മതമാണ് മതമാണ് മതമാണ്, എനിക്ക് മതമില്ല എന്നും പിന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കേരള കോൺഗ്രസ് തീർന്നു കിട്ടേണ്ടത് ആരുടെ ലക്ഷ്യമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് തീർന്നു കിട്ടേണ്ടത് ആരുടെ ലക്ഷ്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയുന്നു, കോൺഗ്രസിനകത്ത് കടന്നുകൂടിയിട്ടുള്ള അതിതീവ്ര സ്വഭാവമുള്ള ചില ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ BJPക്ക് അകത്ത് കടന്നുകൂടിയിട്ടുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുറെ ആളുകളുണ്ട്. അവരെയാണ് നമ്മൾ ക്രിസംഖ്യകൾ എന്ന് വിളിക്കുന്നത്. അവരൊക്കെ ഈ രാജ്യത്തിന് ഭീഷണിയാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം ഇവരുടെ പ്രവർത്തനങ്ങളെ കേന്ദ്ര സർക്കാർ കൃത്യമായി നിരീക്ഷിക്കേണ്ടതുകൊണ്ട് കൂടിയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ അവർ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളിലേക്ക് വലിച്ചിഴച്ച് മാധ്യമങ്ങളെ ഉപയോഗിച്ച് അവരുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തർത്ഥമാണ് അതിനുള്ളത്? ഇതാണോ രാഷ്ട്രീയം? ആശയപരമായിട്ട് ഇവർ സംവദിക്കട്ടെ. ഇപ്പൊ പാലാ നിയോജക മണ്ഡലം എടുക്കാം. ഒരുപക്ഷെ കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് പാല എന്ന് പറയുന്നത്. പാലയിലെ പ്രദേശത്തൊക്കെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇദ്ദേഹത്തിന്റെ കുടുംബത്തെയും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള വീഡിയോ ഇറക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാലയിലുള്ള ജനങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇതാണോ രാഷ്ട്രീയം? 4-5 കുടുംബക്കാർക്ക് KM മാണി സാറിനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടുമുള്ള വൈരാഗ്യത്തെ ഒരു പൊതുസമൂഹത്തിന്റെ മുഴുവൻ വൈരാഗ്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്ന സമയത്ത് അതിന് കൂട്ടുനിൽക്കേണ്ട ആവശ്യമുണ്ടോ ഈ പാലയിലെ ജനങ്ങൾ അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലെ ജനങ്ങൾ? അവർക്ക് വ്യക്തിപരമായിട്ടാണ് ഈ KM മാണി സാറിന്റെ കുടുംബത്തോട് വൈരാഗ്യമുള്ളത്. അവർക്ക് രാഷ്ട്രീയമായ ഒരു എതിർപ്പുമില്ല. ഞാൻ പറയുന്നത് പാലാ നിയോജക മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 7 വർഷക്കാലം പാലയിൽ നടന്നിട്ടുള്ള വികസനങ്ങൾ എടുത്തു വെച്ച് ചർച്ച ചെയ്യട്ടെ. അതല്ല ഇലക്ഷന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യം. കഴിഞ്ഞ 7 വർഷക്കാലം പാലാ നിയോജക മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവർ ചർച്ച ചെയ്യട്ടെ. മറിച്ച് വ്യക്തിപരമായ അധിക്ഷേപം, ഇത് എവിടേക്കാണ് പോകുന്നത്? ഇതാണോ രാഷ്ട്രീയം? ഒരാളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ച് മുമ്പോട്ട് പോകുന്നതാണോ രാഷ്ട്രീയം എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിലവിലത്തെ MLA കുറിച്ച് എന്തെല്ലാം പറയാൻ വേണ്ടി സാധിക്കും? എന്തെല്ലാം പറയാൻ സാധിക്കും? ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും അധിക്ഷേപിക്കാൻ സാധിക്കും? ഒരു അധിക്ഷേപത്തിന് ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് എമ്മുകാരനോ ഏതെങ്കിലും ഒരു LDF-കാരനോ നിൽക്കുന്നുണ്ടോ? ഒരു LDF-കാരനെങ്കിലും അങ്ങനെ ഒരു അധിക്ഷേപമായിട്ട് രംഗത്ത് തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ഈ മധ്യ കേരളത്തിൽ മാത്രം 4-5 കുടുംബങ്ങൾക്ക് KM മാണി സാറിനോടുള്ള വ്യക്തിവൈരാഗ്യം അത് ഒരു നരേറ്റീവായിട്ട് അവർക്ക് സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള സ്വാധീനം. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ എങ്ങനെയാണോ സോഷ്യൽ മീഡിയയിൽ സ്വാധീനം ഉണ്ടായത്, അതുപോലെ തന്നെയാണ് ഈ ഞാനും പറഞ്ഞ 4-5 കുടുംബങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലുള്ള സ്വാധീനവും. അവർ ഇത് വെച്ചിട്ട് ഉള്ള ഗെയിമാണ്. ഇത് അടിത്തട്ടിൽ പോയിരുന്ന് ചായക്കടകളിൽ പോയിരുന്ന് പറയുക, അല്ലെങ്കിൽ ഈ ബസ് സ്റ്റോപ്പുകളിൽ പോയിരുന്ന് പറയുക. ജോസ് കെ മാണി ഇന്ന് വരെ ഒരു പ്രാവശ്യം പോലും കാണാത്ത ആളുകൾ, ഒന്നും സംസാരിക്കാത്ത ആളുകളുടെയൊക്കെ അടുത്താണ് ഇത് പോയി പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിയെ കഴിഞ്ഞ കുറെ കാലമായി അധിക്ഷേപിച്ചു കൊണ്ടിരുന്ന ആളുകൾക്കുള്ള മറുപടി കൂടിയാണ് ഇന്നത്തെ പത്രസമ്മേളനം എന്ന് വേണം നമ്മൾ കാണാനായിട്ട്. ഇങ്ങനെ അധിക്ഷേപിച്ചു കൊണ്ടിരുന്ന ആളുകളുടെയൊക്കെ വായടപ്പിച്ച് കളയുന്ന രീതിയിലേക്കായിരുന്നല്ലോ ഇന്നത്തെ പത്രസമ്മേളനം. ഇനിയെങ്കിലും ഈ വ്യക്തി അധിക്ഷേപം നിർത്തി വികസനത്തെക്കുറിച്ച്, കഴിഞ്ഞ 7 വർഷക്കാലം പാലായ്ക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വികസനത്തെക്കുറിച്ചാണ് പാലക്കാർ സംസാരിക്കേണ്ടത്. മറിച്ച് ജോസ് കെ മാണി എന്ന ഒരു കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആദരണീയനായ KM മാണി സാറിന്റെ മകനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്സുമായിട്ടല്ല ഈ പാലയിലുള്ള രാഷ്ട്രീയക്കാർ പോകേണ്ടത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതോടൊപ്പം തന്നെ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെ ഗൗരവപൂർവ്വം ഈ വിഷയം എടുക്കേണ്ടതുണ്ട്. കാരണം ക്രൈസ്തവ ഫേസുള്ള ഒരു പാർട്ടി
ഈ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചാലും അതിന് തടയിടേണ്ടത് കത്തോലിക്ക സഭയുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ കത്തോലിക്ക സഭാ വിശ്വാസികളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ സംസ്ഥാനം ഒരു മതേതര സംസ്ഥാനമാണ്, മതസൗഹാർദ്ദ സംസ്ഥാനമാണ്, സമുദായ സൗഹാർദ്ദ സംസ്ഥാനമാണ്. ഈ സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ, അത് ഒരു ന്യൂനപക്ഷങ്ങൾ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കേണ്ടത് പൊതുസമൂഹമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുക.